ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പത്രങ്ങളുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പത്രങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ കളക്ഷനിലിരിക്കുന്നത് 1961 കാലഘട്ടങ്ങളിൽ വരുന്ന പത്രങ്ങളാണ് എൻ്റെ കളക്ഷനിലുള്ളത്. അപ്പോൾ അതിലും പഴയ പത്രങ്ങൾ പലരും കളക്ഷൻ ചെയ്യുന്നവരുണ്ട്. പത്രങ്ങളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള, അതുപോലെ തന്നെ കളക്ഷൻ ചെയ്യുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് പത്രങ്ങളുടെ കളക്ഷൻ. അതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷൻ പത്രങ്ങൾ, പഴയ പത്രങ്ങളൊക്കെ നല്ലൊരു കണ്ടീഷനിൽ കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ കളക്ഷനിലുള്ള കുറച്ച് പത്രങ്ങളാണ്. അപ്പോൾ അത് ഒരുപാട് പത്രങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല. എന്നാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൽ തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. അതൊന്നും അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു പത്രങ്ങൾ പരിചയപ്പെടുത്തുന്നതിലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കുക. അതിൻ്റേതായ രീതിയിൽ മാത്രമേ എനിക്ക് ഈ ഒരു പത്രങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നല്ലൊരു സ്പേസ് വേണം. ഞാനിപ്പോൾ തന്നെ ഈ ഒരു പത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ബെഡിലിട്ടാണ്. അതായത് ഞാൻ കിടക്കുന്ന എൻ്റെ ബെഡിൽ പത്രങ്ങളെല്ലാം നിവർത്തി വെച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പത്രങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധി, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിജി വെടിയേറ്റ് മരിച്ചു എന്ന വാർത്ത വന്ന മലയാള മനോരമയിലെ ഒരു പത്രവാർത്തയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പത്രവാർത്ത ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ആ ഒരു പത്രം. അപ്പോൾ നമുക്കിവിടെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇന്ദിര വെടിയേറ്റ് മരിച്ചു, മലയാള മനോരമയിലെ പത്രമാണ്. 1984 നവംബർ 1 തീയതിയുള്ള പത്രമാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ പത്രമാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് സൂമൗട്ട് കുറച്ച് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു മലയാള മനോരമയുടെ ആ പത്രം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ പത്രമാണ് എൻ്റെ കളക്ഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അതായത് ഉള്ളിലുള്ള വാർത്തകളൊക്കെ അടങ്ങുന്ന ആ ഒരു വീഡിയോ, അതായത് സിംഗിൾ പത്രമായിട്ട് വെച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് കുറച്ച് പത്രങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ എൻ്റെ കളക്ഷനിലുള്ള വേറൊരു പത്രമാണ്. ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കവറിലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട എന്ന വാർത്ത വന്ന മലയാള മനോരമയിലെ പത്രമാണ്. ഇതും നല്ലൊരു കണ്ടീഷൻ പത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, മലയാള മനോരമയുടെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മലയാള മനോരമയുടെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് പത്രങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മലയാള മനോരമയുടെ ആദ്യത്തെ എഡിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റയറിറ്റി ഉള്ള പത്രങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പത്രങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നമുക്കൊരു പത്രം പരിചയപ്പെടാം. അപ്പോൾ ഇത് ഒരു റയറസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത വരുന്ന പത്രം തന്നെയാണ്. ഞാൻ എല്ലാ പത്രങ്ങളും അത്യാവശ്യം നല്ലൊരു രീതിക്ക് തന്നെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ആദ്യമായിട്ട് ഹോക്കി കിരീടം കിട്ടുന്ന ആ ഒരു വാർത്ത വന്നതാണ്. 1975 മാർച്ച് 16 തീയതിയുള്ള പത്രവാർത്തയാണ്. മലയാള മനോരമയുടെ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയപാടെ തന്നെ നല്ലൊരു എന്താ പറയുക ഹോൾഡർ നമ്മൾ സ്ലീവിൽ ഞാൻ ആക്കി ഈ ഒരു പത്രങ്ങൾ ശേഖരിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉൾവശം വരുന്ന വാർത്തകളൊക്കെ അത്യാവശ്യം നല്ലൊരു വാർത്തകളുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് മരണവാർത്തകൾ, അതായത് പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ മരണവാർത്തകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള, അതായത് പ്രധാനപ്പെട്ട വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു വാർത്തയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജോർജ് ബുഷിൻ്റെ വാർത്തയാണ്. ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡൻ്റായി എന്നുള്ള മാതൃഭൂമിയുടെ പത്രവാർത്തയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന പല പത്രങ്ങളുണ്ട്. സായന പത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രഭാത പത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വരുന്ന പത്രങ്ങളുണ്ട്, വീക്ക്ലി എഡിഷനുണ്ട്, സൺഡേ എഡിഷനുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന പത്രവാർത്തകളൊക്കെ ഉണ്ട്. ഇത് പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സലീം അലി അന്തരിച്ചു എന്നുള്ള പത്രവാർത്തയാണ്. 1987 ജൂൺ മാസത്തിലാണ്. മലയാള മനോരമ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരുപാട് വ്യക്തികളുടെയൊക്കെ മരണവാർത്ത ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിൽക്ക് സ്മിതയുടെ മരണവാർത്തയാണ്. അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മരണവാർത്ത കളക്ഷൻ ചെയ്യുന്നതിലല്ല കാര്യം. ഇത് നമ്മൾ എന്താ പറയുക, ഒരു ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രമാണ്. പത്രങ്ങളുടെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞൊരു ചരിത്രമാണ്. ഇത് ദീപിക ആ ഒരു പത്രമാണ്. അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കളക്ഷനിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പത്രമാണ്. ഹിന്ദു പത്രം 1961 ഒക്ടോബർ മാസത്തിലെ പത്രമാണ്. നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 1961 ഒക്ടോബർ മാസത്തിലാണ് ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു പത്രമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും ഇത് എൻ്റെ കളക്ഷനിൽ ഇരിക്കുന്ന നല്ലൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ളൊരു പത്രമാണ്. ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്നുള്ള രീതിയിൽ എനിക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഇത് മാതൃഭൂമിയിലെ പത്രമാണ്. അത്യാവശ്യം നല്ലൊരു വാർത്തകളൊക്കെ വരുന്ന പത്രങ്ങളാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് പത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുമല്ല വീഡിയോ എടുക്കുന്നതിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ ഒരു ഹിസ്റ്ററിയാണ്. ഈ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വ്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പത്രവാർത്തയെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് പത്രങ്ങൾ ഞാൻ എൻ്റെ കളക്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഈ പഴയ പത്രങ്ങൾ മാത്രമല്ല കളക്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് നമ്മുടെ ഇപ്പോഴുള്ള പല വാർത്തകളും ഞാൻ കളക്ഷനിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വാർത്ത, അതായത് ഭാഗ്യരാജ് അന്തരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത
അപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള എല്ലാ പത്രങ്ങളും എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ വാർത്തകൾ. അപ്പോൾ ഫുട്ബോളിൻ്റെ വാർത്തകൾക്കൊക്കെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ പല വ്യക്തികളും പല ഡിഫറൻറ്റ് ടൈപ്പായിട്ട് രീതിയിലൊക്കെ കളക്ഷൻസൊക്കെ പത്രങ്ങളൊക്കെ കളക്ഷൻ ചെയ്തിട്ട് ഒരു ഡിഫറൻറ്റ് ടൈപ്പായിട്ടൊക്കെ ഒരുപാട് നല്ല നല്ല ഇതൊക്കെ എന്താ ഗിന്നസ് റെക്കോർഡ് അതുപോലെ തന്നെ ഒരുപാട് പ്രസിദ്ധിയൊക്കെ നേടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരുപാട് പത്രങ്ങളാണ് എൻ്റെ കളക്ഷനിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കുക. എന്തെന്നാൽ നല്ലൊരു രീതിക്ക് എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ച് പോരായ്മകളുണ്ട്. ആ ഒരു പോരായ്മകളൊക്കെ തീർത്ത് അടുത്തൊരു വീഡിയോ ഞാൻ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.